ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ പഠനത്തിൽ പിറകിലോട്ട് പോകുന്നത് മനസ്സിലാക്കി അവരെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കഥ പറഞ്ഞു കൊടുത്തു. ആ അധ്യാപകൻ കഥ പറഞ്ഞു തുടങ്ങി. ഒരു ഗ്രാമത്തിൽ നടന്ന കഥ, കുറേ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കഥ. ഈ കഥയിൽ 2 കുട്ടികളാണുള്ളത്. ഒരു കുട്ടിയുടെ പ്രായം 12 വയസ്സും മറ്റേ കുട്ടിയുടെ പ്രായം 6 വയസ്സുമായിരുന്നു. ഇവർ 2 പേരും അയൽവാസികളായിരുന്നു. ഒരു ദിവസം ഇവർ 2 പേരും കൂടി സാധനം വാങ്ങുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് കടയിലേക്ക് പുറപ്പെട്ടു. എപ്പോഴും ഒരുമിച്ച് കളിക്കുന്ന ഇവർ കടയിലേക്ക് പോകുന്ന സമയത്ത് അവർ കളിക്കാൻ ഉപയോഗിക്കുന്ന പന്ത് കൂടി എടുത്തിട്ടായിരുന്നു അവർ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആ പന്ത് പല രീതിയിൽ തുള്ളിച്ചും എറിഞ്ഞു കളിച്ചുമാണ് അവർ കടയിലേക്ക് നടന്നു പോയത്. ഒരു വിജനമായ റോഡിലൂടെ കുറേ ദൂരം നടന്നാലാണ് അവർക്ക് കടയിലെത്താൻ സാധിക്കുക. പോകുന്ന വഴിയിൽ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണർ ഒരുപാട് ആഴമുള്ള കിണറൊന്നുമല്ല, എന്നാലും വെള്ളമൊക്കെ ഉള്ള ഒരു കിണറായിരുന്നു അത്. നിർഭാഗ്യമെന്ന് പറയാം, ഇവരുടെ കയ്യിൽ നിന്ന് ആ ബോള് അറിയാതെ ആ കിണറിലേക്ക് വീണു. കിണറിലേക്ക് ബോൾ വീണതും 2 കുട്ടികളും ആ ബോൾ എടുക്കാൻ വേണ്ടി കിണറിൻ്റെ അടുത്തേക്ക് ഓടി. അതിൽ 12 വയസ്സുകാരനായ കുട്ടി കാല് തെറ്റി ആ കിണറിനകത്തേക്ക് വീണു. ഇതോടുകൂടി ചെറിയ കുട്ടി ആകെ പരിഭ്രാന്തനായി. അവൻ ഉറക്കെ അലറി വിളിച്ചു. പക്ഷെ ആരും രക്ഷിക്കാൻ വന്നില്ല. മറ്റാരും രക്ഷയ്ക്കെത്തില്ല എന്ന് മനസ്സിലാക്കിയ ആ 6 വയസ്സുകാരൻ കിണറിൽ വീണ തൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗം അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കിണറിൻ്റെ തൊട്ട് സമീപത്ത് ഒരു കയർ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ കയർ അവൻ കിണറിലേക്ക് എറിഞ്ഞു കൊടുത്തു. ഈ കയറിൽ പിടിച്ച് ആ 12 വയസ്സുകാരൻ 6 വയസ്സുകാരൻ്റെ സഹായത്തോടു കൂടി ഒരുവിധം എങ്ങനെയെല്ലാമോ കിണറിൽ നിന്ന് രക്ഷപ്പെട്ട് കരയിലെത്തി. അപ്പോഴാണ് ആ വഴിയിൽ കൃഷിക്കാരായ കുറച്ച് പേർ തങ്ങളുടെ ജോലി കഴിഞ്ഞ് വരുന്നത്. അവർ ഈ കുട്ടികളെ കണ്ടതും അവിടെ വണ്ടി നിർത്തി അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോഴാ കുട്ടികൾ ഈ കർഷകരോട് നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു. പക്ഷേ ആ കർഷകരാരും തന്നെ ഇവരുടെ കഥ വിശ്വസിക്കാൻ തയ്യാറായില്ല. അവരവരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, 12 വയസ്സുകാരനായ ഒരുവൻ കിണറിൽ വീഴുന്നു, 6 വയസ്സുകാരനായ നീ അവനെ രക്ഷിക്കുന്നു. നിനക്ക് എങ്ങനെ സാധിക്കും? നിനക്ക് വെറും 6 വയസ്സുള്ള ചെറിയൊരു കുട്ടിയല്ലേ നീ. അവനോ നിന്നേക്കാൾ മുതിർന്ന 12 വയസ്സുകാരനും. ഒരിക്കലും ഒരു 6 വയസ്സുള്ള ചെറിയ കുട്ടിക്ക് 12 വയസ്സുള്ള ഒരു മുതിർന്ന കുട്ടിയെ കിണറിൽ നിന്ന് കയർ ഉപയോഗിച്ച് രക്ഷിക്കാനൊന്നും ആവില്ല. നിങ്ങൾ വെറുതെ ഇത് ഞങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഈ കഥ നിങ്ങൾ ഞങ്ങളോടൊന്നല്ല ആരോട് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. കാരണം നിനക്കത് സാധിക്കില്ല എന്ന് എല്ലാവർക്കും ഈ കഥ കേൾക്കുമ്പോൾ മനസ്സിലാവും. ആ കൃഷിക്കാരുടെ വാക്കുകൾ കേട്ടപ്പോൾ ഈ ചെറിയ കുട്ടിക്ക് ആകെ വിഷമമായി. അവൻ നേരെ തൻ്റെ വീട്ടിലേക്ക് പോയി. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ വീട്ടുകാരോട് പറഞ്ഞു. പക്ഷെ അവരാരും തന്നെ ഈ കഥ വിശ്വസിക്കാൻ തയ്യാറായില്ല. അവരും പറഞ്ഞു, വെറും 6 വയസ്സുള്ള നീ നിന്നേക്കാൾ മുതിർന്ന ഒരു കുട്ടിയെ, അതും 12 വയസ്സുള്ള ഒരു കുട്ടിയെ എങ്ങനെ കിണറിൽ നിന്ന് രക്ഷിക്കാനാണ്? അവർക്ക് ആർക്കും തന്നെ ആ കഥ വിശ്വസിക്കാൻ സാധിച്ചില്ല. അവരാരും ആ കഥ വിശ്വസിക്കാൻ തയ്യാറായതുമില്ല. മാത്രമല്ല അവരെല്ലാവരും തന്നെ ഇവനെ കളിയാക്കുകയും ചെയ്തു. അന്ന് രാത്രി തൻ്റെ അമ്മയുടെ കൂടെ കിടക്കുന്ന സമയത്ത് ഈ കുട്ടി ആ കഥ തൻ്റെ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, മോനെ, ഈ കഥ വേറെ ഒരാൾ കേട്ടാലും വിശ്വസിക്കില്ല. പക്ഷേ എനിക്കറിയാം നീ കളവ് പറയുന്നതല്ല, ഈ കഥ സത്യമാണെന്ന് എനിക്കറിയാം. കാരണം നിന്നെക്കൊണ്ടത് സാധിക്കില്ല എന്ന് പറയാൻ അവിടെ ഒരാൾ പോലും ഇല്ലായിരുന്നു. അപ്പോൾ നീ ആ സമയത്ത് നിൻ്റെ മനസ്സിലുള്ള ഒരേ ഒരു ലക്ഷ്യം നിൻ്റെ സുഹൃത്തിനെ രക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു. നിന്നെക്കൊണ്ടത് സാധിക്കില്ല, നിനക്കത് പറ്റില്ല എന്ന് അവിടെ ആരെങ്കിലും ഒരാൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ആ ശ്രമം ഉപേക്ഷിക്കുകയും നിനക്കത് ചെയ്യാൻ സാധിക്കില്ല എന്ന് നിനക്ക് തന്നെ ബോധ്യം വരികയും ചെയ്യുമായിരുന്നു. പക്ഷേ നിന്നെ സഹായിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല നിൻ്റെ ലക്ഷ്യം നിൻ്റെ സുഹൃത്തിനെ രക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് നിനക്കത് ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നിൻ്റെ കഥ എനിക്ക് പൂർണ്ണമായും വിശ്വാസമാണ്. ഇത് കേട്ടപ്പോൾ ആ കുട്ടിക്കും വളരെയധികം സന്തോഷമായി. തുടർന്ന് ആ അധ്യാപകൻ തൻ്റെ കുട്ടികളോടായിട്ട് പറഞ്ഞു, നമ്മളിൽ പലരും ഇതുപോലെയാണ്. നമുക്കത് സാധിക്കില്ല എന്ന് കരുതുന്നവരുണ്ട്, നമ്മളെക്കൊണ്ടത് പറ്റില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതുമല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ വീട്ടുകാരോ ചില അധ്യാപകരെങ്കിലും നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾക്കിതിനൊന്നും സാധിക്കില്ല എന്ന്. ഒരിക്കലും അങ്ങനെ ആവരുത്.
നമ്മൾ ഉറച്ചു വിശ്വസിക്കണം, ഏത് പരീക്ഷയായാലും എന്ത് കാര്യമായാലും നമുക്കതിൽ വിജയിക്കാൻ സാധിക്കുമെന്ന്. ഈ കഥ നിങ്ങൾക്കതിനൊരു പ്രചോദനമാവട്ടെ.